പത്തനംതിട്ടയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ. കിടപ്പ് രോഗിയായ ആൾ സ്വയം കുത്തി മരിച്ചു. പത്തനംതിട്ട നെല്ലിമുകൾ സ്വദേശി യശോധരനാണ് സ്വയം കുത്തി മരിച്ചത്. അടൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നും എടുത്ത തുക തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനെ തുടർന്ന് ഈ മാസം 25-ന് വീട് ജപ്തി ചെയ്യാൻ ബാങ്ക് തീരുമാനിച്ചിരുന്നു. കോൺഗ്രസ് ഭരണസമിതിയാണ് ബാങ്ക് ഭരിക്കുന്നത്. അതേസമയം ആത്മഹത്യ ബാങ്കിന്റെ ജപ്തി ഭീഷണി മൂലമെന്ന് കുടുംബം ആരോപിച്ചു. കിടപ്പ് രോഗി എന്നത് പരിഗണിക്കാൻ പോലും ബാങ്ക് തയ്യാറായില്ലെന്നും കുടുംബം പ്രതികരിച്ചു. മക്കളെ ഞങ്ങൾ 7 ലക്ഷം രൂപ വീട് വെക്കാനായിട്ട് എടുത്ത്, പക്ഷേ അതിൽ 2 പലിശ അടച്ചു തീർത്തു. പിന്നെ 5 ലക്ഷം രൂപയുണ്ടായിരുന്നു, ഞങ്ങൾ അതിൽ കുറച്ചൊക്കെ അടച്ചതാണ്. പിന്നെ സാഹചര്യം ഒരു പരുവും ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ മാർച്ചിലും പലിശയ്ക്ക് എടുത്ത് 50,000 രൂപ ഞങ്ങൾ അടച്ചു. ആ പൈസ കൊടുത്തു തീർന്നിട്ടില്ല ഇപ്പോഴും. പിന്നെ ഇവരിതുപോലെ ഈ 25-ാം തീയതി അതിനിടയ്ക്കെല്ലാം വന്നു, ജപ്തി നോട്ടീസ് വരെ അയച്ചു. ഈ 25-ാം തീയതി മുതലും പലിശയും അടച്ചില്ലെങ്കിൽ ഇവിടെ ബോർഡ് കൊണ്ടുവെക്കും, പലിശ ഇതാവുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്കിതിനകത്ത് മരിക്കാൻ പറ്റത്തില്ലയോ എന്ന് ചോദിച്ചു എൻ്റെ ഭർത്താവ്. യാതൊരു മാർഗവും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ എവിടെ പോകുമെന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞാനും ഉണ്ട്, 2 കുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഉണ്ട്. എൻ്റെ മോളും അതിൻ്റെ ഒരു പൊടിക്കുഞ്ഞുമുണ്ട്. ഞങ്ങളെ നോക്കാനോ കാണാനോ ഞങ്ങൾക്ക് 10 പൈസ തരാനോ ആരുമില്ല. കിടപ്പ് രോഗിയുടെ കാര്യമൊന്നും അവർക്കറിയണ്ട. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്നെ അവിടെ നിന്നുകൊണ്ട് വിളിക്കും, ഇങ്ങോട്ട് വന്നാട്ടെന്ന് ഭർത്താവ് വിളിക്കും. അപ്പോൾ അവർ പറയുന്നത് ഇതൊന്നും ഞങ്ങൾക്കൊരു ഓഷനും അല്ല, ഞങ്ങൾക്കിതൊന്നും കേട്ടിട്ട് കാര്യമില്ല, നിങ്ങളെടുത്ത പൈസ എത്രയും പെട്ടെന്ന് പലിശ കൂട്ടി അടയ്ക്കണം, അതാണ് നിയമം. സുജു ബാബു ഉണ്ട് പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സുജു, ഈ കുടുംബത്തിന്റെ യഥാർത്ഥ സാഹചര്യം അറിയാമായിരുന്നിട്ടും വളരെ മോശമായ സമീപനം ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് വീട്ടുകാർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതാണ് കുടുംബത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കാവ്യയെ തീർച്ചയായും അത്തരമൊരു ആരോപണം തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. കിടപ്പ് രോഗിയായ യശോധരന്റെ ആ ശാരീരിക അവസ്ഥ, മാനസിക അവസ്ഥ ബാങ്ക് പരിഗണിച്ചില്ലെന്ന് തന്നെയാണ് യശോധരന്റെ ഭാര്യ ഉഷാകുമാരി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്ന. 23-നാണ് ഈ മാസം യശോധരൻ സ്വയം കുത്തുന്നതും അതിനെ തുടർന്ന് ആശുപത്രിയിലാവുകയും ഇന്നിപ്പോൾ അന്തരിക്കുകയും മരിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായി കുടുംബം ആരോപിക്കുന്ന അടൂർ കാർഷിക വികസന ബാങ്കിൽ നിന്ന് 7 ലക്ഷം രൂപ വായ്പയായി എടുത്തിരുന്നു. പിന്നീട് 2 ലക്ഷം രൂപ തിരിച്ചടയ്ക്കുകയും 5 ലക്ഷം രൂപയാണ് പിന്നീട് മുതലായിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പലിശ 50,000 രൂപ അടയ്ക്കുകയും പിന്നീട് കളക്ടറിൽ നിന്ന് 6 മാസത്തെ സാവകാശവും തേടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് സാവകാശം കളക്ടർ നൽകിയിരുന്നു. ആ കാലാവധി തീർന്നോടെ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ജപ്തി ഭീഷണി മുടക്കി എന്നാണ് ഇപ്പം യശോധരന്റെ ഭാര്യ ഉഷാകുമാരി പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടത്, ഉഷാകുമാരി ബാങ്ക് അധികൃതരോട് ഈ കിടപ്പ് രോഗിയാണ്, അകത്ത് ഇദ്ദേഹം കിടപ്പുണ്ട്, ഇക്കാര്യം യശോധരൻ കിടക്കയിൽ കിടന്നുകൊണ്ട് ഇവിടെ ഞാനുണ്ട്, ഇങ്ങോട്ട് വരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇത് പരിഗണിക്കാതെ, മാനുഷിക പരിഗണന നൽകാതെയാണ് ഈ ബാങ്ക് ഭരണസമിതി ബാങ്ക് ഈ ജപ്തി നടപടി തുടർന്നു എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉഷാകുമാരി പറയുന്നത് തൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തെന്ന്. ഈ കാര്യത്തിൽ CPM പ്രാദേശിക നേതൃത്വം അടൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി S. മനോജും ആക്ഷേപമായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനൊരു സംഭവം, ഒരു കിടപ്പ് രോഗിയായ ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്ക് ബാങ്ക് ജപ്തി നടപടി നടത്തിയത് ശരിയായില്ലെന്നാണ്. ഈ ഒരു അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലെന്നും ഈ ആരോഗ്യാവസ്ഥ പരിഗണിക്കുമ്പോൾ ഇവരുടെ ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കുന്ന തരത്തിലേക്ക് നടപടിയിലേക്ക് ബാങ്ക് കടക്കേണ്ടതായിരുന്നു. ഇത്തരമൊരു നടപടി തീർച്ചും മാനുഷിക പരിഗണന നൽകാൻ നടത്തിയ തീർത്തും തെറ്റാണെന്നുമാണ് CPIM ആരോപിക്കുന്നത്. ഈ ബാങ്ക് UDF ഭരണസമിതിയാണ് ഭരിക്കുന്നത്. ഏറെ നാളായി ബാങ്കിനെതിരെ മറ്റ് ചില ആരോപണങ്ങളും ഉണ്ടാകുന്നുണ്ടെന്നാണ് ഇപ്പോൾ അടൂർ CPIM ഏരിയ സെക്രട്ടറി S. മനോജ് പറഞ്ഞത്. കാവ്യ, ഒരു വളരെ ദാരുണമായ സംഭവം തന്നെയാണ്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു കിടപ്പ് രോഗിയായ 6 വർഷത്തിലധികമായി മരപ്പണിക്കാരൻ്റെ മരത്തിൽ നിന്ന് വീണാണ് അദ്ദേഹം ഇത്തരം അപകടത്തെ തുടർന്നാണ് ഇപ്പോൾ കിടപ്പ് രോഗിയായി മാറുന്നത്. അതിനുശേഷം വീട് സ്വപ്നഭവനം പണിയുന്നു. അതിനായി എടുത്ത 7 ലക്ഷം രൂപയിലാണ് 2 ലക്ഷം രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. 5 ലക്ഷം രൂപയാണ് ബാക്കിയായിരുന്നത്. അത് തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ ബാങ്ക് ജപ്തി നടത്തി തന്നു. വീട്ടിലെത്തി ബാങ്ക് അധികൃതർ യാതൊരു കാരണവശാലും ജപ്തി ഒഴിവാക്കില്ല, ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ അടൂർ നെല്ലിമൂട് സംഭവിച്ചിട്ടുള്ളത്. കാവ്യ, ശരി. സുജു ബാബുവാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്. ഗുരുതര ആരോപണം കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിനെതിരെ ഇപ്പോൾ കുടുംബം ഉയർത്തുന്നുണ്ട്.